ടോർട്ടോയ്സിൻ്റെ ഷേപ്പുള്ള ഇറക്കി വിട്ടതാണ്. മറ്റേ ഇതും കൂടെ ഇട്ടിട്ട് അപ്പുറത്ത് ഒന്നുമില്ല, കടകളില്ല. ഇവിടുന്ന് രാവിലെ നമ്മളിട്ടിരിക്കുന്ന ഡ്രസ്സ്, രാവിലെ ഇവിടുന്ന് നേരെ ഫ്രണ്ടിലോട്ട് നോക്കിയാൽ ബൊഫയുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതൊക്കെ കാണാം. കഴിച്ചിട്ട് വന്ന് ചെക്കൗട്ടാണെന്ന്. ഒരുത്തൻ ഉറങ്ങുന്നു, നമുക്ക് പാക്ക് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇന്നലെ പോയ അതേ സ്ഥലത്ത് തന്നെയാണ് പോയത്. പക്ഷേ ഇന്നലെ നമ്മൾ പുറത്തല്ലേ ഇരുന്നത്, ഇന്ന് അകത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെ പോയിരുന്നു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. 2 night with 2 complimentary breakfast in free voucher. ഡീറ്റെയിൽസ് എല്ലാം ഫസ്റ്റ് വ്ളോഗിലുണ്ട്, സോ ഇതിൽ പറയുന്നില്ല. ഇൻഡോർ ഗെയിംസ് ഫുള്ളായിട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെയെല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇന്ന് ചെക്കൗട്ട് ആവുന്നതിന് മുൻപ് തന്നെ ഒന്ന് കറങ്ങി നോക്കാമെന്ന് വെച്ചു. ടേബിൾ ടെന്നീസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊരു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, അവിടെ യുവിയെ കുറച്ച് നേരം കളിക്കാനായിട്ട് വിട്ടു. പിന്നെ തൊട്ടടുത്തായിട്ട് ജിമ്മുണ്ട്. ജിമ്മ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം എല്ലാം വർക്കൗട്ട് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങോട്ട് പോയില്ല, നമുക്ക് അതിനുള്ള സമയവും ഇല്ല. കാരണം നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പോണത് കൊണ്ട് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നൈറ്റല്ലേ എത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഏരിയയിലൊന്നും വരാനായിട്ട് പറ്റാത്തത്. ഇനി എന്തായാലും ചെക്കൗട്ടിന് സമയമായി. സോ ജസ്റ്റ് കുറച്ച് നേരം യുവിയെ അവിടെ കളിക്കാൻ വിട്ടിട്ട് നമ്മുടെ ഇനി ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങും. അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഇറങ്ങിയല്ലേ പറ്റുള്ളൂ, സമയമായി. സോ നമുക്ക് നേരെ അങ്ങ് പോകാം അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ നമ്മൾ അവിടെ ഹോട്ടലിൽ നിന്ന് നേരെ സൗത്ത് ഗോവയിലോട്ടാണ് പോണത്. ഇപ്പോൾ സൗത്ത് ഗോവയിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് 1 ഡേക്ക്. അങ്ങനെ നല്ല ഹോട്ടലായിരുന്നു, ഹയാത്ത്. നല്ല സർവീസും എല്ലാം ബെസ്റ്റായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവിടെ നിർത്തി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരുത്തൻ്റെ മൂക്ക് കണ്ട ഒരു പ്രശ്നമില്ലാതിരുന്നതാണ്. ഇന്നലെ പുറത്തോട്ട് പോയപ്പം അവൻ്റെ ഇതാണ് വാശിയും ഇതിൽ ഓടിയപ്പോൾ വീട് സ്ക്രാച്ച് ആയിട്ടുണ്ട് മൂക്ക്. എൻ്റെ സുന്ദര കുട്ടൻ ഞാൻ ഒരു കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് യുവിയായിട്ടുണ്ടാക്കിയത് അല്ലേ യുവി? മൂക്കിൽ എന്ത് പറ്റി? മൂക്ക് അങ്ങനെ ഒരു ഓയിൻമെൻറ്റ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിക്കാണ്. അതാണ് വണ്ടി നിർത്തിയത്. കുറച്ച് ദൂരം വന്നിട്ടാണ് ഈ ഒരു മെഡിക്കൽ സ്റ്റോർ കണ്ടത്. കൂടുതൽ മെഡിക്കൽ സ്റ്റോർസ് ഒന്നും കാണാനില്ല ഇവിടെ. നമ്മൾ എന്താണോ തേടുന്നത് ആ ഐറ്റം കാണൂല. ഇന്നലെ ഹോട്ടൽസ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഹോട്ടൽസ് ഇല്ല, ഇപ്പം ഹോട്ടൽസ് ഉണ്ട്, മെഡിക്കൽ സ്റ്റോർ ഇല്ല. അപ്പോൾ ഓക്കെ, നമ്മൾ പോണ വഴിയാണ്, സൗത്തിലോട്ട് പോണ വഴി. റോഡ് 8 വരി പാതയാണ്, ഇതിൻ്റെ അപ്പുറത്തായിട്ടും വേറെ ഒരു പാലമുണ്ട്. അതാണ് പെട്ടെന്ന് സ്ഥലത്തെത്താനായിട്ടൊക്കെ പറ്റും, ബ്ലോക്കൊന്നും വരില്ല ഇവിടെ, നല്ല റോഡാണ്. ഇതിപ്പം 3 വരിയായിട്ട് മാറിയല്ലേ? 6 വരിയായി. ഇതിന് മുൻപ് വരെ 8 വരിയായിരുന്നു. ഇതിൻ്റെ അവിടെ എവിടെയോ ആയിട്ട് ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് ഗൂഗിളിൽ കണ്ടു, കേസർവാൾ വെർണ വാട്ടർഫോൾസ്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ആണ്, ഇനി അങ്ങോട്ട് പോയി നോക്കണം വാട്ടർഫോൾസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഭയങ്കര വെയിൽ, ഇവൻ നല്ല ഉറക്കം, നല്ല ആളൊഴിഞ്ഞ സ്ഥലം, ആരുമില്ല. ടൂറിസ്റ്റ് സ്ഥലമായിട്ടും തോന്നുന്നില്ല, ജസ്റ്റ് 1-2 വീടൊക്കെ ഉള്ള വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോണ പോലെയാണ് ഇരിക്കുന്നത്. അത് വീടല്ല, ആളൊഴിഞ്ഞ ഒരു മുകളിലോട്ട് ഏതോ ഒരു ഒഴിഞ്ഞ ഒരു ഇത് കിടക്കുന്നു. ഇവര് കിട്ടണമെന്നുണ്ട്, എന്തോ ഒരു പ്രത്യേക
ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ. ആൾക്കാർ താഴെ നിൽക്കുന്നു. പക്ഷെ വലിയ വെള്ളമൊന്നുമില്ല. എന്തായാലും പോവാം താഴോട്ടൊന്ന് പോയി. അവിടെയും ആരൊക്കെ ഇരിക്കുന്നു മുകളിൽ. ആൾക്കാർ വരുന്ന സ്ഥലം തന്നെ അതായത് സ്റ്റെപ്പൊക്കെ കെട്ടിക്കും. പക്ഷെ മൊത്തവും വൃത്തികേടായിട്ട് കിടക്കാണ്. കണ്ട പ്ലാസ്റ്റിക് കവറുകൾ, ഗ്ലാസ്സുകൾ, കുടിച്ചിട്ടൊക്കെ ഇവിടെയൊക്കെ വന്നിരുന്ന ആൾക്കാർ കുടിക്കുമായിരിക്കും. ഞാൻ വെള്ളമൊന്നുമില്ല. ഹോട്ടലിലെത്താനായിട്ട് ഇനിയും ഒരു 12 മിനിറ്റ് ഉണ്ട്. പക്ഷെ പോകുന്ന വഴിയൊക്കെ ഒരു ഭയങ്കര എന്താണ് കുഗ്രാമം പഞ്ചായത്ത് അങ്ങനത്തെ ഏരിയ ആണെന്ന് തോന്നുന്നു. കാരണം കടകളൊന്നുമില്ല, ഫുള്ള് വലിയ കെട്ടിടം 1-2 കെട്ടിടമുണ്ട്, പിന്നെ പാഴടഞ്ഞതായിട്ടും അങ്ങനത്തെ ടൈപ്പ് ഹോട്ടൽസ് ഒക്കെ എവിടെ നോക്കിയാലും പ്രശ്നം തന്നെ. അത്യാവശ്യത്തിന് നോക്കുമ്പോൾ ഹോട്ടൽസ് ഒന്നും കാണില്ല, ഒന്നുമില്ല. ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇതൊരു ജംഗ്ഷനായിട്ടൊന്നും എടുക്കാൻ പറ്റും. ഈ ഏരിയ ചൂസ് ചെയ്യാൻ കാരണം ബീച്ചൊക്കെ പോകാനായിട്ട് ഈസി അടുത്തായിട്ട് സെലക്ട് ചെയ്തതാണ് ഈ ഹോട്ടൽ. അഗോണ്ട ബീച്ച്, ബട്ടർഫ്ലൈ ബീച്ചൊക്കെ, അതൊക്കെ നമുക്ക് ഇനി ഹോട്ടലിൽ പോയതിന് ശേഷം ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ്. അതാണ് ഇങ്ങോട്ട് ഹോട്ടൽ സെലക്ട് ചെയ്തത്. കുറച്ച് പ്രകൃതിയൊക്കെ ഭംഗിയുള്ള ഏരിയയാണെന്ന് തോന്നുന്നു. തെങ്ങും അതൊക്കെ ആയിട്ട്, തെങ്ങും പിന്നെ ബേത്തുൽ തൊട്ടടുത്താണ്. ബേത്തുൽ ബീച്ച്, ബേത്തുൽ ഫോർട്ടൊക്കെ നമ്മൾ അതിൻ്റെ ഒരു സൈഡ് കണ്ടു. അത് ഫോർട്ടാണെന്ന് തോന്നുന്നു. എങ്കിൽ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണെങ്കിൽ അവിടെ പോകാം ഇന്ന്. പക്ഷെ നല്ല പൊക്കത്തിൽ കയറുകയാണ് അല്ലേ നമ്മൾ. ഹോട്ടൽ നല്ല ഹൈറ്റിൽ എവിടെയാണ് ഇരിക്കുന്നത്. അവിടെ കടയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്, അതായത് പൊന്മുടി കയറുന്നത് പോലെ ഇങ്ങനെ കയറാണ്. ഇവിടെ വലിയ കടകളൊന്നും വലുതായിട്ട് കണ്ടില്ലെങ്കിലും പെട്രോൾ പമ്പിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ വരുന്ന വഴിയിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വച്ച് പിടിച്ചാലും കുഴപ്പമില്ല. ഈ സൈഡ് മരുഭൂമി, സ്ഥലം മരുഭൂമി പോലെ കിടക്കുകയാണ്, തരിശും. ഓപ്പോസിറ്റ് സൈഡ് വീടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ചൂട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ താമസിക്കുന്നുണ്ടോ? ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്. നമ്മൾ ഇറങ്ങി
വെയിലില്ലെങ്കിലും ചൂടെടുത്ത് വേർക്കും. ഇത് വഴി കിട്ടിയോ? അങ്ങോട്ടായിരിക്കണം ഞാൻ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ ഇവിടെ നല്ല ഗ്രീനറി ആണെന്ന്. അത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഇവിടെ മരങ്ങളെല്ലാം പോയ സ്ഥലമായിട്ട് മാറി. ഹോട്ടലിന്റെ പുറത്ത് ഇറങ്ങണമെങ്കിൽ പാടെ തന്നെയാണ് അത്രയ്ക്കും ചൂട്. ഇതാണോ ഹോട്ടല്? പോയിട്ട് നമുക്ക് നോക്കാം. ആ കിച്ചൺ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഫുഡ് ഇവിടെ ഉണ്ടായിരിക്കും. നോക്ക് കാണാനൊക്കെ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. വില്ല പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ വെയില്, അപ്പോ എന്തൊരു വെയില്. പക്ഷെ ഒറ്റപ്പെട്ട ഏരിയ ആണ്. നമ്മളിങ്ങോട്ട് വന്ന് ഒരു സ്ഥലം തൊട്ട് ഒരു മനുഷ്യരെയും കണ്ടില്ല. പൂള്, സ്വിമ്മിങ് പൂളുണ്ടല്ലോ. വെള്ളം സ്വിമ്മിങ് പൂളുണ്ട്. അതിനകത്ത് എന്തെങ്കിലും എടുത്ത് ഇട്ടോക്ക്. മുട്ട എന്തെങ്കിലും പുഴുങ്ങി കിട്ടും. റിസപ്ഷൻ ഏരിയ ആണെന്ന് തോന്നുന്നല്ലേ? ഏതാ കഴിക്കണ ഏരിയ അല്ലേ ഇത്? കിച്ചൺ. കഴിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒരുത്തരില്ല. പുറത്തോട്ടൊന്ന് നോക്കുമ്പോൾ ഒരു മല, കുന്ന്, അപ്പുറത്ത് ഒന്നുമില്ല, കടകളില്ല, ഒന്നുമില്ല. ഇവിടെ മൂക്ക് കണ്ടോ? എൻ്റെ ദൈവമേ, പാവം കുഞ്ഞ്. ഹോട്ടലിൽ തന്നെയാണ് നമ്മളിവിടെ വന്ന് കഴിക്കുന്നത്. അപ്പോൾ ഗോൺ ഫിഷ് വിത്ത് റൈസാണ് ഞാൻ ഓർഡർ ചെയ്തത്. അറിഞ്ഞൂടെ എങ്ങനെ ഇരിക്കുമെന്ന്. ഫിഷ് കറിയാണ്, ഗ്രിൽഡ് ഫിഷൊന്നുമല്ല, കിങ് ഫിഷിൻ്റെ ആണെന്നാണ് കിടന്നത്. ഫസ്റ്റായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. യുവി ഇതെങ്ങനെ എടുക്കും ഇങ്ങോട്ട്? ഈ ചൂട് ചൂട് ഇത് ചൂട് നോക്കട്ടെ അമ്മ. ചൂട് ചൂട് കൈ വയ്ക്കരുത്. ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. ഉപ്പും വലിയ എരിയൊന്നുമില്ല. ടൊമാറ്റോയുടെ ഇതാണ് വരുമ്പോൾ നല്ല മൈൽഡ് ടേസ്റ്റാണ്. കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഇതിൽ കറിയിൽ നന്നായിട്ടുണ്ട്. ജസ്റ്റ് ഇത് ഈ കറിയും ഈ റൈസും മാത്രം തന്നെ മതി. ഓവർ എരിയൊന്നുമില്ല. വൃത്തിയില്ല എന്ന് വിചാരിക്കാതെ. ഈ ഒരു ചെറുക്കനായിരിക്കണോണ്ടാണ് ഇവിടെ മൊത്തം ഇങ്ങനെ ആക്കി കിടക്കുന്നത്. ഇവിടെ സെക്കൻഡ് ഹോട്ടൽ ഇൻ ഗോവ. സെക്കൻഡ് അല്ലേ, തേർഡ് ഹോട്ടലാണ്. ആദ്യത്തതിനെ വിടാം. അപ്പോൾ കുറച്ച് ലുക്കുള്ള ഇതിൽ സെക്കൻഡ് ഹോട്ടൽ. അപ്പോൾ ഇത് ലേസ് എക്സോട്ടിക്ക ഹോട്ടൽ, ഒരു റിസോർട്ട് ടൈപ്പ്. അപ്പോൾ ഇവിടെ ഹട്ടായിട്ടുള്ള രീതിയിലാണ് നോക്കിയപ്പോൾ. പുറത്തുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അകത്തുള്ള ഇത് മെയിൻ ബെഡ്റൂമും. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് തടിയിലുള്ള രീതിയിലാണ് അവർ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഡോറും ഇത് വാഷ്റൂം. ഇവ കയറരുതേ. അലമാര, ബെഡ് നല്ല ക്ലീൻ ആയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മിറർ, ഫുൾ സൈസ് മിറർ ഉണ്ട്. ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇവിടെ ഇത് നല്ല സൗകര്യമാണ് നമുക്ക് യൂസ് ചെയ്യാൻ. ഒരു ചെറിയൊരു ഹോള് ഇപ്പുറത്തായിട്ട്. 2 AC ഉണ്ട്, TV, പിന്നെ ബാക്കി ആവശ്യത്തിനുള്ളത്. വന്ന് കയറിയതേ ഉള്ളൂ. ബട്ട് കണ്ടപ്പോൾ നല്ല ഡിഫറെൻ്റ് ആയിട്ട് തോന്നി നേരത്തെ ഉള്ള സ്ഥലത്തിനേക്കാളും. പിന്നെ ഇവരുടെ ഈ വിൻഡോസും കളറിങ് ചെയ്തിരിക്കുന്നത്. പല്ലിയുണ്ട്. പല്ലി പോകും കേട്ടോ. കർട്ടൻ ഇങ്ങനെ ഇട്ടിക്കുമ്പം പെട്ടെന്ന് വിചാരിക്കും കർട്ടൻ്റെ കളർ ഇതാണെന്ന്. പക്ഷെ നോക്കിയപ്പോൾ
നല്ല ഭംഗി ഇങ്ങനെ കളർ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഡിം അറ്റ്മോസ്ഫിയറാണ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. പുറത്തും ഈ കൊള്ളാം. പിന്നെ ഫുഡ് നന്നായിരുന്നു ഇവിടെ നിന്ന് കഴിച്ചത്, നേരത്തെ കണ്ടു കാണുമല്ലോ, ഫുഡും കൊള്ളാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഒന്ന് ഫ്രഷായിട്ട് പുറത്തോട്ട് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോവാം, സൗത്ത് ഗോവയിൽ. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടാണ് പാർക്കിങ്ങിൻ്റെ. ഇതിൻ്റെ അപ്പുറത്ത് കടലാണ്. അത് കറങ്ങിയിട്ട് വന്ന് ഞാനും പോയി നോക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇരുട്ടിയിട്ടായിരിക്കും, ഒന്നും കാണില്ല. എനിക്ക് ശ്രീയേട്ടനെ കൊണ്ട് ഇപ്പം കാണിച്ചു തരാം. വെയിലത്ത് പോയി എടുത്തിട്ട് വന്നു ശ്രീയേട്ടൻ. ഇന്നല്ലെങ്കിൽ നാളെ കാണിച്ചു തരാം എത്തിയിട്ട്. നമുക്ക് നേരെ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് അഗോണ്ട ബീച്ചിലേക്ക് പോവാം. അഗോണ്ട ബീച്ചിൽ നിന്ന് അവിടെ പോയിട്ട് നോക്കാം അടുത്ത എങ്ങോട്ട് പോവാണ്. പഞ്ചറായ യുവി, യുവി ഹായ് പറയുവി. ഹായ്. ദയനീയ അവസ്ഥയിലിരിക്കുന്നല്ലേ അവൻ്റെ ഹായ്. ഏരിയ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നോർത്ത് ഗോവയിൽ നിന്ന് സൗത്തിലോട്ട് വന്നപ്പം ഒരു ചെടികളും ഒരു കാട്, ഒരു എന്താ വില്ലേജ് ടൈപ്പ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ഇത്. പിന്നെ പശുവും ഇതും ഒക്കെ ചുമ്മാ കുറേ ഇങ്ങനെ നടന്നു പോണതും അങ്ങനത്തെ ടൈപ്പ് ഏരിയയാണ്. കാണാൻ കൊള്ളാം. മറ്റതിനേക്കാളും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ. ഗോവയിൽ വരുന്നതിന് മുൻപ് ടോട്ടലായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഗോവയിൽ ഫുള്ള് കടലും ആ രീതിയിലുള്ള ലുക്കുമായിരുന്നു. ഇങ്ങനെ കുറേ ഏരിയ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാടും പിന്നെ എന്താണ് ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ. കടലുണ്ട്, കടലേ ഉള്ളൂ ഫുള്ളായിട്ട്. എന്നാലും ഇങ്ങനത്തെ ഏരിയയും ഗോവയിലുണ്ട്. ഇതൊക്കെ നിൽക്കുന്നതെല്ലാം കാഷ്യൂ മരമാണ്. ഇവിടെ നിന്ന് നോക്കുമ്പം അതിൽ ക്യാഷ്യൂനൊക്കെ നിൽക്കണതൊക്കെ കാണാം. നമ്മളവിടെ നിന്ന് പറങ്കേണ്ടി എന്നെന്തോ ഇല്ലേ പറയും, പോർച്ചുഗീസിൻ്റെ ഇതായിട്ടുള്ള. പാർക്കിംഗ് ഇല്ലേ? പാർക്കിംഗ് ഇല്ലേ? അഗോണ്ട ബീച്ചിന്റെ ഉള്ളിലോട്ടല്ല, ബീച്ചിലേക്കുള്ള വഴിയാണ്. പാർക്കിംഗ് ഒന്നും കണ്ടില്ല. ഇതിന് മുൻപ് കുറച്ച് ഈ കയാക്കിങ് അതിനൊക്കെ വിളിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ബോട്ട്, കുട്ടി ബോട്ടൊക്കെ തുഴഞ്ഞ് പോണതാണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് ഉള്ളിലോട്ടുള്ള വഴിയാണ്, ഉള്ളിലോട്ട്. നമ്മള് ഇന്നലെയൊക്കെ പോയ അവിടെയൊക്കെ ബീച്ച് റോഡിൽ നിന്ന് കുറച്ച്, മെയിൻ റോഡിൽ നിന്ന് കുറച്ച് കാണാൻ പറ്റില്ല. കല്ല് കിടക്കണു, പോകും തോന്നുന്നു. അവിടെയൊക്കെ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിൽ കയറുമ്പോൾ ബീച്ചായിരുന്നു ഇന്നലെ. പക്ഷെ ഇത് കുറേ മല ഇറങ്ങി വന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ബീച്ച്. കുറച്ച് ചെറിയ പാത റോഡാണ്. ബീച്ച് അടുത്തതിൻ്റെ സിഗ്നലായിട്ട് കടകളൊക്കെ വന്നു തുടങ്ങി. വണ്ടി അവിടെ ഇട്ടിട്ട് ഇത്രയും ദൂരം നടക്കണ്ടേ? കുറെ ദൂരം വന്നു നമ്മള്. ഇതെന്താണ്? അമ്പലം. ഓപ്പോസിറ്റ് ആയിപ്പോയി. നോർത്തിലാണെങ്കിൽ റോഡിന് വലിപ്പം കൂടിപ്പോയി. സൗത്തിൽ വന്നപ്പോൾ സിംഗിൾ ഇതിലായി മാറി. എങ്ങനെ പോവും? പോവാല്ലോ. തലക്കട ഇടയില്
കേരള മസാജ്. ഇവിടെ കേരള മസാജ് കിട്ടും കേട്ടോ. അങ്ങനെ ഒടുവിലൊരു പാർക്കിംഗ് പ്ലേസ് കണ്ടു. പേ പാർക്കിംഗ്. ഇതായിരിക്കും ബീച്ചിൻ്റെ പാർക്കിംഗ്. കുറേ ഉള്ളിലോട്ട് വന്നു. ഞാനിന്ന് കാണിച്ചെന്ന ഭാഗത്തു നിന്നൊക്കെ എന്ത് ഉള്ളിലോട്ട് വന്നപ്പോഴാണ് ഈ ബീച്ച് ഇതാ അവിടെ എത്തിയെന്നു. അയ്യോ വെയിൽ. അധികം ഇങ്ങോട്ട് കയറിയോ? ഇന്നലെ കണ്ട ബീച്ചുകൾ പോലെയല്ല, ഒരു കുത്തനായിട്ട് കിടക്കുന്നത്. അപ്പോൾ കുറച്ചിങ്ങനെ ഡേഞ്ചറാണ്. ഇവിടെ കൂടുതൽ നേരം കളിക്കാനായിട്ട് പറ്റുന്നില്ല. വെള്ളം വലിച്ചെടുത്തോണ്ട് പോവുകയാണ്. പക്ഷെ ആ സൈഡിലോട്ട് നിറയെ പേര് കളിക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പോകാം. വേറെ ബീച്ച് പോണില്ല എന്നുണ്ടെങ്കിൽ ഈ ബീച്ചിൻ്റെ ആ സൈഡിലോട്ട് ഇവിടെ തീരെ നല്ല ഫാസ്റ്റാണ്. അങ്ങോട്ട് പോയി നോക്കാം. ഇതാണെന്ന് തോന്നുന്നു നമ്മൾ പോകുന്ന ബോട്ട്. നമ്മളിവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ബട്ടർഫ്ലൈസ് ബീച്ച്. വെള്ളത്തിൽ ഇറക്കി. അഡ്വഞ്ചർ സ്റ്റാർട്ട്. മീൻ പിടിക്കാം. അതിട്ടോ പിടിച്ചോ. പിടിച്ചോ. ആ വാ. ഈ ബോട്ടിൽ ആദ്യമായിട്ടാണ് തായ്ലൻഡിൽ വെച്ചിട്ട് ഷിപ്പ്, ഫെറി, സ്പീഡ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇത് വേറൊരു അഡ്വഞ്ചർ. എവിടെ പോയാലും നമ്മൾ എങ്ങോട്ട് പോണേ? അല്ല പിടിച്ചിട്ട് അല്ല നമ്മളുടെ തന്നെ പിടിച്ചിരിക്കാന്നല്ലേ പറഞ്ഞ, വേറെ എന്തല്ലേ പറഞ്ഞ?
ഇത് പിടിച്ചോ. ചിലപ്പോൾ നോക്കിയോ ഡോൾഫിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധ്യതയുണ്ട്. നല്ല രസമുണ്ട്. വീഴുവോ എന്തോന്ന് അറിയാത്ത ആ ഒരു രസം. നല്ല വെള്ളം കേട്ടോ, തെളിഞ്ഞ്. വാ വാ വാ, നല്ല ബീച്ചാണ്. ഇവിടെ വരുന്നവർ ഈ ബീച്ച് മിസ് ചെയ്യരുത്. ഇങ്ങോട്ട് വരണം. ഇതാണ് ബട്ടർഫ്ലൈ ബീച്ച്. വേറൊരു വഴി ഇങ്ങോട്ട് വരാൻ പറ്റും, ട്രക്കിംഗ് വഴിയാണ് ഇത്. കുറച്ച് സേഫ് ഇതായിട്ട് ബോട്ടിങ്, അത് കുറച്ച് പാടായിരിക്കും ഇങ്ങനെ ഇങ്ങോട്ട് വരാനൊക്കെ. ഇരിക്കുന്ന പാറ കാലിൻ്റെ ഫുഡ് റോക്ക്, കാലിൻ്റെ ഷേപ്പിൽ, കാൽപാദത്തിൻ്റെ ഷേപ്പിലാണ്. നമ്മൾ ഇപ്പുറത്തായിട്ട് ഒരു ഡയമണ്ട് റോക്ക് ഉണ്ടായിരുന്നു, ഡയമണ്ട് ഷേപ്പ്. ഓ ആ ഓ ഓക്കെ. ഇത് ക്രോക്കഡൈലിൻ്റെ ഷേപ്പല്ലേ ഉള്ളത്? അതുകൊണ്ട് ഈ നേരെ കാണുന്നത്. ആ ഇതാണ് ഹണിമൂൺ ബീച്ച്. പക്ഷേ ഇവിടേക്ക് ഇറങ്ങി നിൽക്കാൻ സൗകര്യം ഉണ്ടാവും, അതുകൊണ്ട് ഇതുവരെ ഇറങ്ങി നിൽക്കും. ഇറക്കി വിട്ടതാണോ? ഇറക്കി വിട്ടതാണോ? മറ്റേ ഇതും കൂടെ ഇട്ടിട്ട് അത് കൊള്ളായിരുന്നെങ്കിൽ ഇറങ്ങാമോ? ഇവനെ വെച്ചിട്ട് നല്ല ഇതായി. ഇവ ആദ്യം ഇറങ്ങി നിൽക്കും. നമുക്ക് എല്ലാവരും ഇറങ്ങി നിൽക്കുന്നു. ഇവര് പറയാത്തത് ഇറങ്ങണോ? അഗോണ്ടയിൽ വന്നിട്ട് ഒരു ബോട്ട് നോക്കി കണ്ടുപിടിച്ച് ഈ ഏരിയയൊക്കെ കവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ടോർട്ടോയ്സിൻ്റെ ഷേപ്പുള്ള
हाँ मच्छी मारने के टाइम देखा कभी समुद्र में हाँ हाँ മീൻ പിടിക്കുന്നത് മഞ്ഞ കളറിൽ അത് വലയായിരിക്കും. ഇങ്ങനെയാണ് ആഴക്കടലിൽ മീൻ പിടിക്കുന്നത്. മീനില്ല, മീൻ പിടിക്കുന്നത് നല്ല വ്യൂ അല്ലേ? ഹായ് പറ, ഹായ്. ഷോർട്സ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കാണുന്നത്, ഇങ്ങനെ ആഴക്കടലിൽ മീൻ പിടിക്കുന്നത്. അപ്പം നല്ലൊരു മൂമെന്റ്സ് ആണ് കണ്ടത്. ഇതിങ്ങനെ കറക്കും. ഇതിങ്ങനെ കറക്കി ഈ റോപ്പ് വെച്ചിട്ടാണ് ബോട്ടിനെ ഇനി കരയ്ക്കെത്തിക്കുന്നത്. തിരിച്ച് ബീച്ചിലെത്തി, അഗോണ്ട ബീച്ചിലെത്തി. അപ്പോൾ സൗത്തിൽ വന്നിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു സ്ഥലം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ പോയത് വർത്താണ്. ഇപ്പോൾ കുറേ ബീച്ചുകൾ പോകുന്നതിനേക്കാളും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ബോട്ട് എടുത്ത് ബട്ടർഫ്ലൈ പാർക്കിൽ പോകണം നല്ലതായിരിക്കും. ബട്ടർഫ്ലൈ ബീച്ചിൽ പോകണം നല്ലതായിരിക്കും. ബോട്ട് സർവീസ് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ 2500 ആണ് അവർ പറഞ്ഞത്. അത് പ്രൈവറ്റ് ആയിട്ട്. ഇപ്പോൾ ഷെയ്ഡ് ആണെങ്കിൽ കുറയും. വേറെ ആരും ഇല്ലായിരുന്നു നമ്മൾ വന്നപ്പോൾ. ഇത് പക്ഷേ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ മറ്റേ ബോട്ടിൽ അവിടെയൊക്കെ പോണതിനേക്കാളും ഇത് നല്ല ഫ്രണ്ടിലിരുന്നപ്പോൾ എല്ലാവരും ഇത് ചെറുതായിട്ട് പേടി തോന്നി, പക്ഷെ നല്ലതായിരുന്നു. ഇത് വർക്കായിട്ടുള്ള ഇതാണ്. സൗത്തിൽ വന്നിട്ട് പോകാൻ പറ്റിയതാണ്. ഇനി വരണം പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നേരെ ഹോട്ടലിൽ തന്നെ പോകും. നാളെ ഇനി ഏതെങ്കിലും പ്ലേസിൽ ചെക്കൗട്ട് ആയിട്ട് പോകാൻ പറ്റിയാൽ പോകും. ഇനി സൺസെറ്റും കൂടെ കണ്ടിട്ട് ഇവിടെ നിന്ന് നമ്മൾ അങ്ങ് പോകും. ഇനി നോക്കി ഈ ഐറ്റത്തിൽ ഒട്ടും മതിയാവണില്ല. അവന് ബീച്ചിൽ കളിച്ച് മതിയാവാത്ത ചെറുക്കനാണ്. ഞങ്ങൾ അഗോണ്ട ബീച്ചിൽ നിന്ന് ഇവിടെ റൂമിലെത്തിയിട്ട് ഉള്ള ഇതാണ്. ഇപ്പം പുറത്തുള്ള നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഹോട്ടൽ തന്നെയാണ്. പക്ഷെ കൂടുതൽ ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരണില്ല എന്ന് തോന്നുന്നു. ഇത് നല്ല മലയൊക്കെ കയറി വരുന്നത് കൊണ്ട്. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ അഗോണ്ട ബീച്ചിൽ നിന്ന് കുറച്ച് ഇങ്ങ ഒരു ഏരിയ വരെ ഇതൊന്നുമില്ല, റേഞ്ചൊന്നുമില്ല, മൊബൈലിൽ റേഞ്ചൊന്നുമില്ല. അപ്പോൾ പ്രൈവറ്റായിട്ട് നമ്മളിപ്പം റെൻറ്റിന് ഇങ്ങനെ കാറിലൊക്കെ പോണതായിരിക്കും അവിടെ നല്ലത്. അപ്പോൾ നമുക്ക് ബീച്ചിൽ അത്യാവശ്യം നിന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങ് വരാൻ പറ്റും. അപ്പോൾ അല്ലാതെ ആണെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്തൊക്കെ പോകുമ്പോൾ ക്യാബ് ഒരു ചവിട്ട് കൊടുത്താൽ അവനെ
ക്യാബ് ബുക്ക് ചെയ്തൊക്കെ വരുമ്പോഴാണെങ്കിൽ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ തിരിച്ച് ഒരു ക്യാബ് ബുക്ക് ചെയ്യാനായിട്ടുള്ള നെറ്റ്വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകും. അല്ലെങ്കിൽ ഡ്രൈവറുള്ള ഏതെങ്കിലും ഒന്ന് സെറ്റ് ആക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരിക്കും നല്ലത് ഈ ബീച്ചിൽ. കാരണം കുറച്ച് നല്ല ഉള്ളിലോട്ടാണ്. നോർത്തിൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല, അടുത്തടുത്ത് തന്നെ ബീച്ചുണ്ട്. സൗത്തിൽ വന്നപ്പോഴാണ് കുറച്ച് ഉള്ളിലോട്ട് പോയി കുറേ ദൂരമൊക്കെ കഴിഞ്ഞിട്ട് ബീച്ച് കാണുന്നത്. സോ ഇത് പറയാനാണ് ഇന്നത്തെ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത്. അപ്പോൾ നാളെ ഒരു ദിവസം കൂടെയാണ് നമ്മൾ ഗോവയിലുള്ളത്. അപ്പോൾ നാളെ തിരിച്ചു പോവും. വൈകുന്നേരം തിരിച്ച് ഇതിലാണ്, ഫ്ലൈറ്റിലാണ്. അപ്പോൾ രാവിലെ സമയം കിട്ടുന്നത് പോലെ ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ പറ്റിയാൽ പോകും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഹോട്ടലിൽ ഇൻക്ലൂഡഡ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്ത് അതുവഴി ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ പറ്റിയ ഫോർട്ടിൽ നോക്കി വെച്ചിട്ടുണ്ട്, പോവും, എന്നിട്ട് നേരെ പോവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ കൂടി അവസാനിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.